കേസിൽ രണ്ടുപേരെയാണ് സംശയിക്കുന്നതെന്ന് ജസ്റ്റിന്റെ പിതാവ് ജെയിംസ് ജോസഫ്. മകളെ അപായപ്പെടുത്തിയെന്നാണ് തന്റെ അന്വേഷണത്തിൽ ബോധ്യമായതെന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയ തെളിവുകൾ കോടതിക്ക് കൈമാറിയിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. അന്വേഷണം വഴിതെറ്റിക്കാൻ പല ഘട്ടത്തിലും ശ്രമമുണ്ടായെന്നും ജസ്റ്റിന്റെ പിതാവ് പ്രതികരിച്ചു. വിധി പ്രതീക്ഷിച്ച് തന്നെയായിരുന്നു. എന്നുവെച്ചാൽ ഒരു തുടരന്വേഷണം വേണമെന്ന് പറഞ്ഞാൽ ഒരു പെറ്റീഷൻ കൊടുക്കുമ്പോൾ കോടതി എന്തായാലും അതിന് അനുകൂലമായിട്ട് വിധിക്കുമെന്ന് എനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു. എന്തായാലും വിധി സ്വാഗതാർഹമാണ്, സന്തോഷമുണ്ട്. എസ് പി ഡിയിലെ ഞാൻ അത് രഹസ്യ ഫയലുകൾ കൊടുക്കാവുന്ന കോടതിയിൽ ഞങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ പത്രക്കാർക്കോ ഒന്നും പെട്ടെന്ന് കിട്ടണമെന്നില്ല. കോടതിയിൽ ഞങ്ങൾ വെച്ചിരിക്കുന്നത് അതീവ രഹസ്യമായിട്ട് CBID SP-യെ തന്നെ ഏൽപ്പിക്കണം. അവർ നിർദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ ആയിരിക്കണം അന്വേഷണം. പലരും വഴിതെറ്റിക്കാൻ ശ്രമിച്ചെങ്കിൽ പോലും നമുക്ക് നമ്മുടെ ആവശ്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ കൊച്ചിനെക്കുറിച്ച് എല്ലാം ഇപ്പം തന്നെ കേരളം മൊത്തം ഒറ്റുനോക്കുന്ന, മലയാളി സമൂഹം മൊത്തം ഒറ്റുനോക്കുന്നൊരു സംഭവമാണ് ജസ്റ്റിനയുടെ മിസ്സിംഗ് കേസ്. അപ്പോൾ അതിന് എന്തെങ്കിലും ഒരു അവസാനം ഉണ്ടാകണം. അതിനുവേണ്ടിയാണ് ഞാൻ ശ്രമിച്ചത്. ഇപ്പോഴും നമുക്ക് ഉപമുഖത്തുകൾ എല്ലാ ദിവസവും ഇവിടെ പോഷണം കൊണ്ട് തരുന്നുണ്ട്. അപ്പോൾ അതിൽ ഇപ്പോൾ ഈ കൂട്ടുതറയുണ്ട്, നിങ്ങളിപ്പോൾ വന്ന അരുവി, അവിടുന്ന് ഒരാൾ ഈയിടെ കത്തിട്ടു, അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇങ്ങനെയൊക്കെ പറയുമ്പം ആ വഴിയിലേക്ക് പോലീസ് പോകും.